ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: വാടക അമ്മമാർ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുന്നു? വാടക അമ്മമാർ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? 561 എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഓരോ സെക്കൻഡിലും ലോകത്ത് 3 കുഞ്ഞുങ്ങൾ പിറക്കുന്നു. ഒരു ദിവസം ഏകദേശം 30 ലക്ഷം കുഞ്ഞുങ്ങളാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. ദേശഭേദമന്യേ ഏവരും കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിർഭാഗ്യവശാൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന സമീപനം ലോകത്ത് വർദ്ധിച്ചു വരികയാണ്. വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വയ്ക്കുന്നവർ സ്വാർത്ഥരാണ്. മക്കളില്ലാത്ത ദമ്പതികൾ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് സ്നേഹം പങ്കിടണം. സ്നേഹം പങ്കിടുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥപൂർണമാകൂ എന്ന് ആണ് പണ്ഡിത മതം. എന്നാൽ ശാരീരിക മാനസിക പ്രശ്നങ്ങളാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ കഴിയാത്തവരുടെ എണ്ണവും പെരുകുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 6 ദമ്പതികളിൽ 1 വിവിധ തരത്തിൽ വന്ധ്യയാണ്. വികസിതമാകുന്ന മെഡിക്കൽ ഗവേഷണവും ന്യൂനതമായ ടെക്നോളജിയും വന്ധ്യത നിവാരണം ഫലപ്രദമാക്കുന്നുമുണ്ട്. ആഗോള വന്ധ്യത പ്രതിസന്ധിക്ക് ഇന്ത്യ ആട്ടുതൊട്ടിലായി തീരുന്നു. ലോകത്തിൻ്റെ വാടകത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ ആനന്ദ്, സൂറത്ത്, ജാംനഗർ മേഖലകളാണ് 2004 മുതൽ വികസിച്ചു വന്ന വാടക ഗർഭപാത്ര വിപണി ഇന്ത്യയിൽ വൻ നഗരങ്ങളിലും കേരളത്തിലും വ്യാപകമായി. 10 ലക്ഷത്തിലധികം രൂപ ഉണ്ടെങ്കിൽ വാടക ഗർഭധാരണം വഴി കുഞ്ഞിന് ലഭ്യമാകും എന്ന സന്ദേശം മെഡിക്കൽ രംഗത്ത് ശക്തിപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കായി ഇന്ത്യയിൽ മനുഷ്യ ഭ്രൂണ വ്യാപാരം വ്യാപകമാണ്. ഇത് വാടക അമ്മമാർ വർദ്ധിപ്പിക്കുന്നതിന് സാഹചര്യമൊരുക്കുന്നു. പ്രസവ ശേഷിയില്ലാത്തവർക്ക് സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന സ്ത്രീയാണ് വാടക അമ്മ. കരാർ വ്യവസ്ഥയിൽ എത്തുന്ന ദമ്പതിമാരുടെ ഭ്രൂണത്തെ കൃത്രിമ പ്രത്യുൽപാദനം വഴി മറ്റൊരാൾ ഗർഭപാത്രത്തിൽ വഹിച്ച് പ്രസവിച്ച് കുഞ്ഞിനെ അവർക്ക് തന്നെ നൽകുന്നതാണ് വാടക ഗർഭധാരണം. സറോഗസി എന്ന് ആണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. വാടകയമ്മയുടെ ഗർഭ ചൂടിൽ വളർന്ന് ജീവന്റെ പൂർണ്ണതയിൽ ശിശു ലോകത്തേക്ക് വരുമ്പോൾ സ്വീകരിക്കുന്നത് ജനിതക ബന്ധമുള്ള അച്ഛനും അമ്മയും പ്രസവിച്ച വാടക അമ്മയ്ക്ക് കരാർ പ്രകാരമുള്ള പ്രതിഫലം മാത്രം. പരമ്പരാഗത വാടക ഗർഭധാരണത്തിൽ വാടകയ്ക്കെടുക്കുന്ന സ്ത്രീയുടെ തന്നെയാവും അണ്ഡം, ബീജം, കുഞ്ഞ് ആവശ്യമുള്ളവരുടേതും. കരാറുകാരുടെ ബീജവും അണ്ഡവും സംയോജിപ്പിച്ച് വാടക ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ജസ്റ്റേഷൻ രീതിയാണ് നിയമ സാധുതയുള്ളത്. കൃത്രിമ പ്രത്യുത്പാദന സാങ്കേതികതയുടെ മറവിൽ അന്യരിൽ നിന്നുള്ള മനുഷ്യഭ്രൂണം വാടക അമ്മമാരിൽ നിക്ഷേപിക്കുന്നുണ്ട്. ദമ്പതിമാരുടെ ശരീരത്തിൽ അനുസൃതമായ മാതൃക ഭംഗിയുള്ള, അതായത് ഡിസൈനർ ബേബീസ് കുഞ്ഞുങ്ങളെ കണ്ടെത്തുവാനുള്ള ശ്രമവും ഉണ്ട്. ദമ്പതികളുടെ രൂപസാദൃശ്യമുള്ളവരിൽ നിന്നും ബീജ അണ്ഡ ദാനത്തിനുള്ള സംവിധാനമാണിത്. ആദ്യ കാലത്ത് ബന്ധുക്കളും ചാർച്ചക്കാരുമാണ് വാടക ഗർഭധാരണത്തിന് മുതിർന്നത്. ഇപ്പോൾ അതിർത്തി കടന്ന വൻകിട വ്യവസായമായി വാടക അമ്മമാർ. വന്ധ്യകളായ അനവധി വിദേശികൾ കുട്ടികളെ ദത്തെടുക്കുന്നതിന് പകരം കൃത്രിമ അണ്ഡബീജ സങ്കലനം നടത്തി ഭ്രൂണം വിദഗ്ധ കേന്ദ്രങ്ങളിലെ ദത്തു ഗർഭാശയങ്ങളിൽ നിക്ഷേപിക്കുന്നു. മനുഷ്യ ഭ്രൂണ ഇറക്കുമതി നയം ഉദാരമായപ്പോൾ വാടക ഗർഭപാത്രങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി വർദ്ധിച്ചതായും നമുക്ക് ഏവർക്കും അറിയാം. ദത്തു ഗർഭധാരണങ്ങളെക്കുറിച്ച് സുസ്ഥിരമായ നിയമവ്യവസ്ഥയില്ലാത്തതിനാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വാടക ഗർഭധാരണവും വാടക അമ്മമാരും അമ്മ വ്യവസായവും വർദ്ധിക്കുന്നുവെന്ന് ഡൽഹിയിലെ സെന്റർ ഫോർ സോഷ്യൽ റിസർച്ച് നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നു. വാടക ഗർഭപാത്രങ്ങളുടെ ധാർമ്മികവും വാണിജ്യപരവുമായ പ്രശ്നങ്ങളാണ് ഇതിന് വിശകലനം ചെയ്യുന്നത്. മനുഷ്യഭ്രൂണ കടത്തും വാടക ഗർഭധാരണവും വാണിജ്യ വ്യവസായമായിട്ടാണ് റിപ്പോർട്ടിൽ കാണുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ മാർഗനിർദ്ദേശത്തിൽ 3
പ്രാവശ്യത്തിൽ കൂടുതൽ വാടക ഗർഭധാരണം അനുവദനീയമല്ല. എന്നാൽ 4 മക്കളുടെ അമ്മ 5 പ്രാവശ്യം വരെ വാടക ഗർഭധാരണം നടത്തിയതിൻ്റെ വിവരണങ്ങൾ പഠനത്തിലുണ്ട്. മുംബൈ, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നടത്തിയ സ്ഥിതിവിവര പ്രകാരം വാടകയമ്മമാരുടെ ശരാശരി വയസ്സ് 26-നും 35-നും മധ്യേയാണ്. വാടകയമ്മമാർ 97% ഭർത്താക്കന്മാരോട് ഒപ്പം കഴിയുന്നവരാണ്. ഭർത്താക്കന്മാർ മദ്യപാനികളും അലസന്മാരും കുടുംബത്തെ നോക്കാത്തവരുമായി തീരുന്നതിനാൽ സ്ത്രീകൾ വാടകയമ്മമാർ ആകുവാൻ പ്രേരിതരാകുന്നു. കരാർ പ്രകാരം ലഭ്യമാകുന്ന തുക കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സാ ചെലവ്, ഭവന നിർമ്മാണം, സാമ്പത്തിക കടം വീട്ടൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. നഗരത്തിൽ ഫ്ലാറ്റ് വാങ്ങുന്നതിനും ആർഭാട ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുന്നതിനും ചിലർ ആഗ്രഹിക്കുന്നു. നിത്യ ദാരിദ്ര്യവും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും വാടക ഗർഭധാരണത്തെ പ്രേരിപ്പിക്കുന്നു. തൊഴിലില്ലായ്മ, സാമ്പത്തിക കടം, നിരക്ഷരത എന്നിവയും അടിസ്ഥാന ഘടകങ്ങളാണ്. വാടകയമ്മമാരിൽ അധികവും നിരക്ഷരരായ തൊഴിലാളികളും വീട്ടുജോലിക്കാരും ഹോം നേഴ്സിംഗ് മേഖലയിലുള്ളവരുമാണ്. പ്രസവാനന്തരം പണവുമായി എത്തുന്ന വാടക അമ്മമാരുടെ ഭർത്താക്കന്മാരിൽ 80% സന്തുഷ്ടരാണ്. എങ്ങനെയും പണം സമ്പാദിച്ച് ജീവിതം ആസ്വദിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ വാടക അമ്മമാരുടെ ബന്ധങ്ങളും ചാർച്ചക്കാരും 80% അവരെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നതുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വാടക അമ്മമാർക്കുള്ള ഏജൻസികളും സ്ഥാപനങ്ങളും വൻ ലാഭം നേടുന്നെങ്കിലും വാടക അമ്മമാരുടെ മാനസിക സാമൂഹിക പ്രശ്നങ്ങളും ചൂഷണങ്ങളും അനവധിയാണ്. വ്യാപാരം നിയന്ത്രിക്കുന്നത് പോലെ വാടക ഗർഭധാരണത്തിനും നിയന്ത്രണം അനിവാര്യമാണ്. അവയവദാനം, ബീജദാനം, കൃത്രിമ ഗർഭധാരണം, വാടകയമ്മ തുടങ്ങിയ വിവിധതര ബിസിനസ്സുകൾ വന്ധ്യത നിവാരണ ആശുപത്രികളിൽ മറവിൽ വ്യാപകമാകുന്നു. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള മോഹത്തിൽ എത്തുന്ന ദമ്പതികളിൽ നിന്ന് സമാഹരിക്കുന്നത് ലക്ഷങ്ങളും. ഇന്ത്യയിൽ വാടകയമ്മമാരുടെ സുലഭത, അത്യാധുനികമായ ചികിത്സാ കേന്ദ്രങ്ങൾ, ഫലപ്രദമായ ചികിത്സാ സംവിധാനം, ദത്ത് ഗർഭപാത്രങ്ങളെ കണ്ടെത്തുവാനുള്ള മാർഗം, പരിമിതമായ ചികിത്സാ ചിലവ്, ദൗർബല്യമായ നിയമവ്യവസ്ഥകൾ, അത്യാധുനികമായ പ്രത്യുൽപാദന ടെക്നോളജികൾ എന്നിവയും ഇന്ത്യൻ ജനതയുടെ ദരിദ്രമായ സാമൂഹിക സാമ്പത്തിക അവസ്ഥയും നിരക്ഷരതയും വാടക ഗർഭപാത്ര വ്യവസായത്തിലേക്ക് വിദേശികളെ ആകർഷിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ വാടക ഗർഭധാരണം നിയന്ത്രിക്കുന്നതിനായി 2021 വാടക ഗർഭധാരണ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സറോഗസി റെഗുലേഷൻസ് ആക്ട് 2021. വാണിജ്യ വാടക ഗർഭധാരണ ക്രമീകരണത്തിലേക്ക് ആകർഷിതരാകുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ നിയമം തടയും. വാടക ഗർഭധാരണത്തിനുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും മെഡിക്കൽ വ്യവസായങ്ങളും ശിക്ഷണക്രമങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ശക്തിപ്പെടുന്ന വാടക ഗർഭധാരണ വ്യവസായത്തെ നിയന്ത്രിക്കുന്നതിനും വാടക അമ്മയുടെയും കുട്ടികളുടെയും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ നിയമം സഹായിക്കും. നിയമം ലംഘിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ തടവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക ജനസംഖ്യയിൽ 15% വന്ധ്യകളാണ്. ഇന്ത്യയിൽ 2 കോടിയോളമുണ്ട്. ഇത് വാടക അമ്മ വ്യവസായം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇക്കാര്യത്തിൽ നടപ്പാക്കാത്തതിനാൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. ഇത് ഗവൺമെൻറ് മനസ്സിലാക്കി അതിന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് ഏവർക്കും വിശ്വസിക്കാം. കാരണം ഇപ്പോൾ ഇങ്ങനെ ഉള്ള, അതായത് മെഡിക്കൽ ഫീൽഡിൽ നല്ല സമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരും എന്ന് മാത്രമല്ല നല്ല വിദ്യാഭ്യാസമുള്ള ഭരണകർത്താക്കളും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇതിനും ഒരു നിവാരണ മാർഗം ഉണ്ടാകും എന്നതിന് 2 അഭിപ്രായമില്ല. ദൈവം അതിനായിട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരം.